തിരുവനന്തപുരം ശാസ്തമംഗലം കേന്ദ്രീകരിച്ച് ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് എന്ന കമ്പനി നടത്തിയ തട്ടിപ്പ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് പ്രതികളുടെ തട്ടിപ്പിന്റെ വ്യാപ്തി ലോകമറിയുന്നത്. അവരുടെ കമ്പനി അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ അയച്ചു കൊടുത്തിരുന്നു. 2022 മുതൽ ഇക്കാലം വരെ ആയിട്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർ അപ്ഡേറ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിലവിൽ അവർ നമുക്ക് ലീഗൽ നോട്ടീസ് അയക്കുക. ഇപ്പോൾ ലാസ്റ്റ് വന്ന് വനിതാ കമ്മീഷന് ഒരു നോട്ടീസാണ് വന്നത്. കേരളത്തിൽ പല സ്റ്റേഷനുകളായിട്ട് FIR ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ നിയമ നടപടിയൊന്നും ഉണ്ടായതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അവരിന്നും ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ നമ്മുടെ കൂടെയുള്ള ഒരാളെ വിളിച്ചിട്ട് ഈ മാസം 30-ാം തീയതി ഫ്ലൈറ്റ് കയറും എന്നാണ് അവർ പറഞ്ഞത്. പ്രതികളുടെ വലയിൽ വീണ തിരുവനന്തപുരം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 4 ലക്ഷം രൂപ. പണം തിരികെ ചോദിച്ചപ്പോൾ MD ഡോൾസി ജോസഫൈൻ സജു ചെക്ക് നൽകി. ഉടൻ തന്നെ ഇവർ തന്റെ കയ്യിൽ നിന്ന് ചെക്ക് ലീഫ് നഷ്ടപ്പെട്ടുവെന്ന് ബാങ്കിനെ അറിയിച്ചു. ഇവർ നൽകിയ ചെക്ക് മാറാൻ ബാങ്കിലെത്തിയ ഉദ്യോഗാർത്ഥിക്കെതിരെ കേസ്. തരാനുള്ള എമൗണ്ടിന് ചെക്ക് എഴുതാൻ പറഞ്ഞു. വേറെ ഒന്നും സംസാരമൊന്നുമില്ല മാഡം, നമുക്ക് തരാനുള്ള പൈസ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 1.5 കൊല്ലം ആയില്ല. ഇനിയിപ്പോൾ നടക്കത്തില്ല, നമുക്കെല്ലാം ബോധ്യപ്പെട്ടു എല്ലാവരും. അങ്ങനെ അവർ പറഞ്ഞു ഒരു 4 lakhs ചെക്ക് തരാം, ബാലൻസ് എമൗണ്ട് നാളെ ഓഫീസിലോട്ട് വന്നാൽ മതി, സംസാരിച്ച് എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ബ്രാഞ്ചിൽ പോയപ്പം സ്റ്റോപ്പ് പേയ്മെന്റ് എന്ന് പറഞ്ഞു ചെക്ക്. പിന്നെ അവർ വിളിച്ചിട്ട് ഫോണേ എടുക്കുന്നില്ല. പിന്നെ 43 യുവാക്കളാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇവരെ കൂടാതെ 100ഓളം പേർ തട്ടിപ്പിനിരയായി. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 60ഓളം FIR പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു. പ്രതികളായ ഡോൾസി ജോസഫൈൻ സജു, ഇവരുടെ ഭർത്താവ് സജു സൈമൺ, മകൻ രോഹിത് സജു എന്നിവർക്കെതിരെ തട്ടിപ്പിനിരയായവർ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.